നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഈ വാരം തുലാൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, 5-ാം ഭാവത്തിൽ രാഹു, 6-ൽ ശനി, അഷ്ടമത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ ബുധൻ, 10-ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം, 11-ാം ഭാവത്തിൽ ശുക്രൻ, കേതു. ഇവിടെ ശുക്രൻ 11-ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നത് വളരെ നല്ലതാണ്. തുലാൻ രാശിധിപനായ ശുക്രനാണ് 11-ാം ഭാവത്തിൽ സലാഭഹ എന്ന ഫലത്തോടുകൂടി നിൽക്കുന്നത്. നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പക്ഷേ സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ ശ്രദ്ധിക്കണം. ധനാധിപനായ വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ് ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു. അത് ദാമ്പത്യപതിയുമാണ്. കുടുംബത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകാം. താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവായിട്ട് മാറും. പലപ്പോഴും ധനപരമായ വിഷയത്തിൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് ഈ ഒരു വാരം അത്ര ശുഭമല്ല. പ്രത്യേകിച്ച് ചിത്ര നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. ആദാതവ്യം എന്ന ദാതവ്യം തച്ഛേഷന്തി വിരശ്യതി. ചിത്ര നക്ഷത്രത്തിൽ വാങ്ങൽ കൊടുക്കൽ പാടില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ചിത്ര വളരെ നല്ലതാണ്. അത് ഉത്തരത്രയത്തിൽ പെടുന്നു. ഉത്രമത്തം ചിത്ര 9 നക്ഷത്രങ്ങളാണ് ഉത്തരത്രയത്തിൽ. ഉത്രമത്തം ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. ഈ നക്ഷത്രങ്ങളിൽ രേവതിയും ചിത്രയും ഉത്രവും വാങ്ങാനും കൊടുക്കാനും പറ്റുന്ന നക്ഷത്രമാണ്. തച്ഛേഷന്തി വിനശ്യതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ബാക്കി പോലും നശിച്ചു പോകുന്നെന്ന് പറയപ്പെടുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ വളരെ ശ്രദ്ധിക്കണം. താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവായിട്ട് മാറും. അങ്ങനെ തടസ്സങ്ങൾ വരും സാമ്പത്തിക വിഷയത്തിൽ. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഷുഡ് ബി വെരി കെയർഫുൾ ദിസ് വീക്ക്. ശ്രദ്ധിക്കുക കാശ് കൊണ്ട് കളിക്കുമ്പോൾ. പരഹസ്തഗതം ധനമെന്നാണ്. അന്യൻ്റെ കൈമിൽ കാശ് പോയാൽ പിന്നെ നോക്കേണ്ട. അഥവാ പുനരായാതി തിരിച്ചു വരും. ഖണ്ഡശഃ അല്പാൽപമായിട്ട് വരും. ഇതാണ് ധനത്തിൻ്റെ പ്രയാസങ്ങൾ. ബാക്കി സന്താന വിഷയങ്ങൾക്ക് വളരെ നല്ലതാണ്. കർമ്മമേഖലയിൽ നല്ല ചില യാത്രകൾ ഉണ്ടാകാം. തന്നെ ബോസ് തനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തരും. കാരണം 4-ാം ഭാവത്തിൽ ചന്ദ്രനാണ്. കർമാധിപൻ കർമ്മത്തേക്ക് നോക്കുന്നു. അതൊരു ഗജകേസരി യോഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു വാരമില്ല. ദാമ്പത്യ ശ്രേയസ്സിനായി ഭാര്യാഭർത്താക്കന്മാരുടെ പേരിൽ ഐക്യമത്യ അർച്ചന നിർബന്ധമായും ചെയ്യുക. ദാമ്പത്യ മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. പൈൽസ് രോഗികൾ ശ്രദ്ധിക്കണം. നേത്ര രോഗികളും ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.